അല്ല പഠിച്ചോനെ പെട്ടല്ലോ ഷാവുലിനെങ്കിലും ഒഴിവാക്കി പോണെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനൊക്കെ ഭയങ്കര ഇലക്ഷനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ബൈക്ക് വരും പറഞ്ഞോണ്ട് ഇവിടെ തന്നെ നിന്ന് കൊക്കക്കോല കുടിച്ചല്ലോ. ഇന്നലെ ഇത് പിടിച്ചത് പറയേ ഇന്നലെ എന്തൊക്കെയായിരുന്നു തള്ളേ ബർഗറും കൊക്കക്കോളല്ലേ. ബർഗർ ഞാൻ കൊറേ വാങ്ങാൻ നോക്കി, കിട്ടുന്നില്ല. ഇപ്പൊ ഈ ഗ്യാസിന്റെ ഇഷ്യൂ കൊണ്ടൊക്കെ അത് കിട്ടുന്നില്ല. പക്ഷെ കൊക്കക്കോള കൊണ്ട് നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തോളി. ഇന്നലെ ഞങ്ങൾക്ക് സംഭവിച്ച എന്താന്ന് സിമ്പിൾ ആണ്. നിങ്ങള് എന്താണ് താത്വികമായിട്ടുള്ള തല ഉണ്ടായിരുന്നില്ല. തല ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. തല ഉണ്ടെങ്കിൽ ഈ കുട്ടികളെന്താ കാട്ടിയത്, മഴ പെയ്ത് നല്ല ഡാംനെസ് ഉള്ള ഒരു പിച്ച് 2 ദിവസമായിട്ട് അത് കവർ മൂടി. ടോസ് നഷ്ടമായത് അത് ടോസ് നഷ്ടപ്പെട്ടു. ടോസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ കണ്ടീഷൻ അനുസരിച്ച് കളിക്കണം. ഇത് കുട്ടികൾ അടിച്ചാ പോവാ. തല ഉണ്ടെങ്കിൽ മക്കളെ ഇതാണ് അവസ്ഥ, ഇങ്ങനെ കളിച്ചണം, നമ്മളെ പ്ലാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. താലന്റെ ആവശ്യം അവിടെയാണ്. തലക്ക് ഇവര് കോളേജൊക്കെ നോക്കി താലനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ തല ഗ്രൗണ്ടിൽ ഇറങ്ങിട്ട് എത്ര കാലായി? അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ടാക്ടിക്സ് അല്ലേ, അത് പറഞ്ഞു. തലന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പ്രശ്നേ ഉണ്ടാവൂല. അതിനനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ആ സഞ്ജുവിന്റെ കൊച്ചിന്റെ എടുത്തെറിഞ്ഞു. രണ്ടാമത്തെ ഓർമ്മ തന്നെ പൊടിച്ചവർ ആ കണ്ടീഷൻ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്ത് വിചാരിച്ചത് സഞ്ജു വേൾഡ് കപ്പിൽ 2 റൺ അടിച്ചപ്പോ ഇതിലും ഇങ്ങനെ അതേപോലെ കളിയുണ്ട്. ഒരു കളി സ്ഥലം വേറെ, ബൗളർ വേറെ, ടീം വേറെ. എന്തോ ഭാഗ്യത്തിന് 2 വിക്കറ്റ് കിട്ടിയെന്ന് ഊട്ടിക്കോളും ബർഗറിനെ. പിന്നെന്താ അറിയോ, നിങ്ങൾക്ക് ടോസ് കിട്ടിയോണ്ട് കഴിച്ചില്ലായത് മാത്രമാണ്. ഞങ്ങളെ കുട്ടികൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കളിച്ചില്ല. നല്ല രീതിയിൽ ബോൾ ചെയ്തു. നിങ്ങളെ വീക്ക്നെസ് ഒക്കെ അറിയായിരുന്നു. ഒരു വീക്ക്നെസ് അറിഞ്ഞിട്ടൊന്നുമല്ല. അതിപ്പോ ആരാണെങ്കിലും അങ്ങനത്തെ സമയത്ത് സ്വിങ് അറിയണില്ല, ഒന്നും അറിയണില്ല, വെറുതെ അങ്ങോട്ട് വീശി. അതിപ്പോ എന്താ വെച്ചാലേ ഇപ്പത്തെ 2020 റണ്ണ് വന്നാലേ ജയിച്ചുള്ളൂ എന്നുള്ളൊരു ഫീൽ എല്ലാം ഉണ്ട്. നിങ്ങള് വലിയ ചേട്ടന്മാര് കുറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ ചെറിയ ചെക്കം മതി എങ്ങനെ ബാറ്റ് ചെയ്യണ്ടെന്ന് കാർത്തിക് ശർമ്മ വിട്ട് നിങ്ങളെ ഫീൽഡർ കുഴപ്പമില്ല പറഞ്ഞേ. പിന്നെ 1-2 ഷോട്ട് ആളില്ലാത്തടത്തൊക്കെ വീണ് അങ്ങനൊക്കെ കൂടി കേച്ചിലായി പോയി. അത് പവർ പ്ലേ ആൾക്കാരൊന്നും ഉണ്ടാവും. വരും കളികളിൽ ഇത് കാണാം. ഇത് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം. ഫുൾ ഫ്ലോ അതാണ് ക്രിക്കറ്റ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു 15 വയസ്സ് 15 ബോളിൽ 50 അടിച്ചാണ്ട് തകർത്ത്. നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ബൗളിങ് ചെയ്യാൻ തന്നെ വന്ന് നിങ്ങൾ ആലോചിച്ചില്ലേ എന്തൊക്കെയാണ്. കുഞ്ഞു ചെക്കൻ കാണുമ്പോ തന്നെ ആ കുട്ടിന്റെ ക്യൂട്ട്നെസ് എന്തൊരു അടിയാണ്. എനിക്ക് അല്ലെങ്കിലേ ഡൗട്ട് ഉണ്ട് ഓന് 14-15 ആണോ എന്നുള്ളത്. ചില വാർത്തകളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തോക്കുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചനയിൽ വരും. അതുകൊണ്ട് സംഭവം ഇവിടെ ഒറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളെ തല ഉണ്ടായിരുന്നില്ല. തല ഉണ്ടെങ്കിൽ ഈ ഗതികേട് ഞങ്ങൾക്ക് വരൂല. ഒരു ഗതികേടിന്റെ പ്രശ്നമല്ല. ഞങ്ങൾ ഉഷാറായി കളിച്ചു, അടിച്ചാണ് തകർച്ചത്. അല്ല പിന്നെ ഇതിപ്പോ കഴിഞ്ഞ കൊറേ കൊല്ലത്ത് എടുത്തു നോക്കിയാല് നിങ്ങളിപ്പോ പലവട്ടം ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം, ഞാൻ 5 വെപ്പുണ്ട്. ആ സെലിബ്രേഷൻ കണ്ട തലക്കുള്ള ഷോട്ടാണ്. എന്നിട്ട് ഇങ്ങനെ അതുണ്ടാവും, സങ്കടം ഉണ്ടാവും. കാരണം ഒരിക്കൽ ക്യാപ്റ്റൻ ആക്കിയിട്ട് പറ്റില്ല പരിപാടിക്ക് പറ്റില്ല പ്രതികാരാണ്. അല്ല കാര്യമൊന്നുമില്ല. അതെ, ആ 6 അടിച്ച് ഒഴിവാക്കി അതിന്റെ ഒക്കെ സങ്കടം. എന്നിട്ട് പിന്നെ പറയാണ് മറ്റേ ഇന്നിങ്സ് ബ്രേക്കില് പിങ്ക് എനിക്ക് നല്ല ചേരുണ്ടല്ലേ, അതായത് നല്ലോ കൊണ്ടിക്കണം ഒഴിവാക്കി. ആ ഒന്നും കാര്യമൊന്നുമില്ല. നമുക്ക് കാണാൻ ഇപ്പൊ അവിടെ പോയിട്ട് മൂപ്പര് കപ്പ് എടുക്കുമെന്ന്. ഇത് ഒരു കളിയിലായിട്ടുള്ളത് റീവാംപ്ഡ് CSK ആണ്. ഫസ്റ്റ് കളി ഇങ്ങനെ ആയത് നോക്കണ്ട, വരും കളികളിൽ സംഗതി മാറും. ചെന്നൈ കണ്ടു വന്ന് നോക്കട്ടെ, കാലോട്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് അടുത്ത കളി മുതൽ കളി മാറും.